പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച സിമി റോസ്ബെൽ ജോൺ. കോൺഗ്രസിൽ അവസരങ്ങൾ കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണം. അന്തസ്സുള്ള വനിതകൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാനാകില്ലെന്നും സിമി റോസ്ബെൽ ജോൺ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതിൽ അത്ഭുതമില്ലെന്ന് സിമി റോസ്ബെൽ ജോൺ പറഞ്ഞു. നേതാക്കളോട് അടുപ്പമുള്ളവർക്ക് മാത്രമേ കോൺഗ്രസ് പാർട്ടിയിൽ അവസരങ്ങൾ ലഭിക്കുന്നുള്ളൂ. ദുരനുഭവമുണ്ടായ പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും സിമി പ്രതികരിച്ചു. ഇത്രയും വലിയ അനീതിയൊക്കെ നടന്നിട്ടേ MLA-മാരായ വനിതകള് കെ രമ്മ ഒരക്ഷരം മിണ്ടുന്നില്ല, എല്ലാത്തിനും പറയുന്നതാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല. ഞാൻ എന്ത് അനീതിയാ ചെയ്തത്? കോൺഗ്രസിൽ അനർഹർക്കാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതെന്നും ജെപി മേത്തർ MP-യുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് സിമി വിമർശിച്ചു. ദീപ്തി മേരി വർഗീസിനെ സംസ്ഥാന ഭാരവാഹിയാക്കാൻ വി.ഡി. സതീശൻ തന്നെ ഒതുക്കിയെന്നും സിമി റോസ്ബെൽ ജോൺ പറഞ്ഞു. ഇവിടെ റിബലായി ഈ കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിച്ച ദീപ്തി മേരി വർഗീസ് റിബലായി മത്സരിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം ഒരു വോട്ടിനാണ് ആ 5 വർഷത്തെ UDF-ൻ്റെ ഭരണം എൻ വേണുഗോപാൽ എന്ന സീനിയർ KPCC ജനറൽ സെക്രട്ടറിയുടെ മേയർഷിപ്പ്. അന്ന് റിസർവേഷൻ വനിത ആയിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും സീനിയർ എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ മേയർ സ്വപ്നത്തെ ശ്രീ N വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നത്തെ തകർത്ത് കളഞ്ഞ ചാണക്യ ബുദ്ധിയുടെ ഉടമയാണ് വി.ഡി. സതീശൻ. അവരെ ഉൾക്കൊള്ളുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന സ്പോൺസേഴ്സ് അവർക്കുണ്ട്. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും വി.ഡി. സതീശനും ഹൈബീഡനുമാണ് അതിലെ പ്രധാനിയെന്നും സിമി കൂട്ടിച്ചേർത്തു. ഹൈബീഡൻ ഉണ്ട്. കാരണം ഹൈബീഡൻ പലതവണ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിയാൽ പോസ്റ്റ് കൊടുക്കുവാണെങ്കിൽ ആ പാർട്ടി ഗ്രൂപ്പ് വിട്ടുപോകുമെന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തലയെ പോലും ഉൾമൂലയിൽ നിർത്തിയ നേതാവാണ്. തന്റെ അയോഗ്യത എന്താണെന്ന് ചോദിച്ചപ്പോൾ സതീശൻ വീട്ടിലിരിക്കാൻ പറഞ്ഞു. ധിക്കാരത്തോടെയും ദാർഷ്ട്യത്തോടെയുമാണ് വി.ഡി. സതീശൻ സംസാരിക്കുന്നത്. വി.ഡി. സതീശൻ നടത്തിയ മണി ചെയിൻ തട്ടിപ്പിന്റെ തെളിവുകൾ എത്രയും വേഗം പുറത്തുവിടുമെന്ന് സിമി റോസ്ബെൽ ജോൺ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹം ഒരു സ്കൂട്ടർ ഉന്തിക്കൊണ്ടുപോകുന്നത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എന്താ പറയുക, കഴിവൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ നിഷേധിക്കുന്നു. അതിന് എൻ്റെ അടുത്ത് മണി ചെയിന്, എൻ്റെ അടുത്ത് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഏത് യൂത്ത് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാലും അറിയാം. അദ്ദേഹം മണി ചെയിന് ഞങ്ങളെ ചേർക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. 3000 രൂപയുടെ ഒരു DD എടുത്ത് കൊടുത്താൽ നമുക്കിങ്ങനെ മാസം പൈസ വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പിതാവ് പറഞ്ഞതിൽ ചേരണ്ടെന്ന്. കൈരളി ന്യൂസ്, കൊച്ചി.